എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും ആദി കുർബാനയുടെ വീഡിയോ ഒക്കെ കണ്ട് കാണുമായിരിക്കുമല്ലോ അല്ലേ? ഞാനാണെങ്കിൽ ആദി കുർബാനയൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് പനിയൊക്കെ അങ്ങോട്ട് പിടിച്ചു. കണ്ടുപോകാൻ പനിയൊന്നുമല്ല, ഒരു ചെറിയ പനിയൊക്കെ പിടിച്ച് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. പിന്നെ ജോലിക്കൊക്കെ പിന്നെ തിരിച്ച് പോയി തുടങ്ങി. അപ്പം വീഡിയോ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ കാണണം, ലൈക്ക് ചെയ്യണം. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദി കുർബാനയുടെ വീഡിയോ ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ, ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. എങ്ങനെ അച്ചാറിടുന്നതെന്ന് കേട്ടോ. അപ്പം അച്ചാറിടുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ ഇതൊരു സ്പെഷ്യൽ അച്ചാറാണ്. നമ്മുടെ ഉള്ളിയിൽ സബോള ചുവന്ന സബോളയും പിന്നെ കുറച്ച് ഈന്തപ്പഴമൊക്കെ ചേർത്ത് ഒരു സ്പെഷ്യൽ അച്ചാർ. അതായത് ആദി കുർബാന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മിക്ക് വെച്ചിട്ട് പനി പിടിച്ചു. അപ്പോൾ മമ്മി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ദിവസം ഒരുമിച്ച് വയ്ക്കാം, എൻ്റെ ക്ഷീണം മാറട്ടെ, നിൻ്റെ ക്ഷീണം മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മമ്മി വന്നു നിന്നതാണ്. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അച്ചാറിട്ടടി ഭയങ്കര ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാനാണെങ്കിൽ കണ്ടന്റില്ലാതെ വിഷമിച്ചിരിക്കുക, എന്നാൽ പിന്നെ ഈ അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു കേട്ടോ. അപ്പം എന്നാൽ പിന്നെ മമ്മി പറഞ്ഞു തന്ന്, ഞാൻ ഇടുന്നതിനേക്കാളും നല്ലത് മമ്മി അച്ചാർ അങ്ങനെ ഇടുന്നതെന്ന് കാണിച്ചു തരുന്നതല്ലേ. അപ്പം ഞാൻ വീഡിയോ കാണിക്കാം എങ്ങനെയാണ് മമ്മി അച്ചാർ ഇടുന്നതെന്ന് കേട്ടോ. നമുക്കേ നമ്മുടെ സ്പെഷ്യൽ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ആദ്യം ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാമേ. ചുമന്ന സബോളയില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ചുമന്ന സബോള, അത് 2 വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, അതായത് അത് ചെറുതായിട്ട് ഞാൻ ആ ഗ്രേറ്ററായിട്ട് ഉരച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വരുന്നുണ്ട്. വെളുത്തുള്ളി ചെറുതായി, തീരെ അങ്ങോട്ട് ചെറുതാക്കിയിട്ടില്ല, ഒരു കടിക്കാൻ പാകത്തിന് ഉള്ള രീതിയിൽ എന്താ പറയുന്നത്, 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി വരുന്നുണ്ട്. പിന്നെ കറിവേപ്പില കണ്ടില്ലേ, കറിവേപ്പില ചെറുതായിട്ട് ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്, കൈകൊണ്ട് തന്നെ മുറിച്ചിട്ടിരിക്കുന്നതാണ്. പിന്നെ വന്നിരിക്കുന്നത് എന്നാണെന്നറിയോ, ഇരിക്കുന്നത് എന്താണെന്നായിരിക്കും അല്ലേ ചിന്തിക്കുന്നത്, അത് നമ്മുടെ ഈന്തപ്പഴമാണ് കേട്ടോ. നമ്മുടെ ഡേറ്റ്സ് ഈന്തപ്പഴം ഒരു 5 നന്നായിട്ട് ഞാൻ കൈകൊണ്ട് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇനി പൊടി ഐറ്റംസ് ആണ് കേട്ടോ. ഇനി നമ്മൾ ചേർക്കാൻ ഉപയോഗിക്കുന്ന പൊടി ഐറ്റംസ് ആണ്. അതിൽ മുളക് പൊടി എടുത്തിരിക്കുന്ന ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി വന്നിട്ടുണ്ട്. ഉപ്പ് ഞാൻ അവിടെ ജസ്റ്റ് വെച്ചിരിക്കുന്നതുള്ളൂ, ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം കായപ്പൊടി കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇനി പൊടി ഐറ്റംസ് ആയിട്ട് വേണ്ടത്. ഈ കാണുന്നത് വാളംപുളി, നല്ല 2 ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഇത്രയും 2 ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണം. പിന്നെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് എന്താ വേണ്ടതെന്ന് അറിയാമല്ലോ, ഇതയം നല്ലെണ്ണ അല്ലേ. നല്ലെണ്ണ ഇല്ലാതെ നമുക്ക് അച്ചാറില്ല. ഇതയം നല്ലെണ്ണ ഞാനൊക്കെ എൻ്റെ കുഞ്ഞു കാലം തൊട്ട് TV കാണുമ്പോൾ തൊട്ട് എന്താ പറയുന്നത്, ഇതയം നല്ലെണ്ണയുടെ പരസ്യം കണ്ടുപോരുന്ന ആളാണ് കേട്ടോ. അപ്പം ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് ഇടയമല്ല കേട്ടോ, ഇതയം നല്ലെണ്ണ അത് ചേർത്ത് നല്ല ഒന്നാന്തരം അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് അച്ചാറിൻ്റെ രഹസ്യം മനസ്സിലായില്ലേ? അച്ചാർ ഉണ്ടാക്കുന്നത് എൻ്റെ മമ്മിയാണ്. മമ്മിയെ കാണരുതെന്ന് പ്രത്യേകം പറഞ്ഞത് കൊണ്ട് ഞാനത് അങ്ങ് അനുസരിച്ചിരിക്കുക കേട്ടോ. അപ്പം വേണ്ടേ, ഇതേ നല്ലെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഏകദേശം എത്രയാണ്, നമ്മൾ ഏകദേശം ഒരു 1/2 കപ്പോളം നല്ലെണ്ണ അതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. മമ്മി ഇച്ചിരി കടുക് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, മമ്മിക്കെല്ലാം കൈക്കണക്കാണ് കേട്ടോ. വീണ്ടും കബോർഡ് തുറക്കുന്നു. ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണ് മമ്മി ഇടുന്നതെന്ന് ഞാൻ ചോദിച്ചു വെച്ചതാണ്. എനിക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് എടുത്ത് തന്നേച്ച് പറഞ്ഞു, ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞു. ഇപ്പോൾ കൈക്കണക്കിന് സാധനങ്ങൾ വരുന്നത് കണ്ടോ. ഉലുവ, 1 കൈ ഉലുവ നോക്കട്ടെ. കടുക് ഉലുവായി കൂടെ മമ്മി ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ കേട്ടോ. പിന്നെ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉലുവായും കടുകും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക്, അതായത് കടുക് പൊട്ടുകയും ഉലുവ മൂത്ത് വരികയും ചെയ്യുമ്പോൾ, ഉലുവ ബ്രൗൺ കളർ ആകുകയും ചെയ്യാവുള്ളൂ. കറുത്ത് പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോയി. എന്നിട്ട് നമ്മുടെ സബോള ചേർക്കുന്നേ വേണ്ടോ. മമ്മി സബോള ചേർത്ത് എന്തുമാത്രം വഴറ്റണം മമ്മി? അതായത് ചുമന്ന കളറാകരുത്, ഒരു 3/4 അല്ലേ. അതായത് ഒരു ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞ് ഒരു കുറച്ച് ഇതും കൂടെ അല്ലേ. ഓക്കെ, ഞാൻ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് ആ ഗ്ലാസ്സിൽ കാണാമായിരിക്കും അല്ലേ. ആരും ഗ്ലാസ്സിലോട്ടൊന്നും നോക്കണ്ട കേട്ടോ, എൻ്റെ മൊബൈലിൽ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതേ. മമ്മി അത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മമ്മി പറയുന്ന കളറാകട്ടെ. നല്ല തീയിലിട്ടാണ് കേട്ടോ, നല്ല ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇതിപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സവോളയുടെ കളറൊക്കെ പത്തിയെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ടേ. മമ്മിക്ക് ആക്ച്വലി പനിയായിട്ട് മമ്മി എൻ്റെ അടുത്ത് വന്ന് റെസ്റ്റ് എടുക്കാൻ വന്നതാണ് കേട്ടോ. നേരത്തേക്ക് മമ്മിക്ക് പനിയൊക്കെ ഇച്ചിരി കുറഞ്ഞ്
വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി പറഞ്ഞു സൂപ്പർ ഒരു അച്ചാർ മമ്മി കഴിഞ്ഞ ദിവസം ഇട്ടു. എന്നാൽ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾക്കും കൂടെ പറഞ്ഞതാല്ലേ, നമ്മുടെ ചാനൽ വഴി ഒരു കുറച്ച് പേര് കാണട്ടെ, അച്ചാറൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർ അല്ലേ, ഇങ്ങനെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കണം. അടുത്ത് തരുന്നതാ. പച്ചമുളക് മമ്മി ഒരു എത്രയാണ് മമ്മി, 5 പച്ചമുളകോളം ഉണ്ടല്ലേ, 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇട്ടിരിക്കുന്നത് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, അതും ഏകദേശം 1 ടേബിൾ സ്പൂൺ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, അത്രയും സാധനങ്ങൾ ഇട്ട് വഴറ്റി വരണം. അതായത് ഒരു ട്രാൻസ്പെറൻറ്റ് സബോള ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി കഴിഞ്ഞപ്പോഴത്തേക്കണം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ട് വഴറ്റിയെടുക്കണം. അതായത് അറിയാമല്ലോ, അതിൻ്റെ കണക്കറിയാമല്ലോ. അതായത് സബോളയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം അങ്ങോട്ട് മാറണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കടുകിട്ടു, ഉലുവായിട്ടു, അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ സബോള ഇട്ട് വഴറ്റി, സബോള ഒരു ലൈറ്റ് ട്രാൻസ്പെറൻറ്റ് കളറായി കഴിഞ്ഞപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്തിട്ടുണ്ടേ. ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മമ്മി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത്. അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉപ്പുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഉപ്പോ എന്നൊന്നും ചിന്തിക്കേണ്ട, കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് അച്ചാറാണ്. ഓക്കെ, അപ്പം അത് എപ്പോഴും ഒരു ഓർമ്മയിലുണ്ടായിരിക്കണം. ഇത് അച്ചാർ അറിയാമല്ലോ, വലിയ ഹെൽത്തി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ നമുക്കൊരു ഇച്ചിരി കഞ്ഞി കുടിക്കണമെങ്കിലൊക്കെ ഇതൊരു നല്ല കാര്യമല്ലേ. പിന്നെ ഇത് ചപ്പാത്തിയുടെ കൂടെ എല്ലാം പോകുമെന്നാണ് മമ്മി പറയുന്നത് അല്ലേ. മമ്മി ഇതെങ്ങനെയാണ് മമ്മി പഠിച്ചേ? മമ്മിയുടെ കയ്യിൽ നിന്നുള്ള സ്വന്തം റെസിപ്പിയാണോ? ആണോ? അങ്ങിട്ടു. മമ്മി അങ്ങ് ഇട്ട് നോക്കി അല്ലേ. ഞാനെപ്പോഴും പറയുകയല്ലേ, കൈപ്പുണ്യമൊക്കെ നമുക്ക് പാരമ്പര്യമായിട്ട് അല്ലേ കിട്ടണം. അതൊന്ന്. പിന്നെ ഈ പറയുന്ന പോലെ മമ്മിയുടെ അമ്മയൊക്കെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് ഞാനും ഈ പാചകത്തിലേക്ക് ഏകദേശം എനിക്കൊരു താല്പര്യമൊക്കെ വന്നത്. ഇത് നല്ലതായിട്ട് നിങ്ങൾക്ക് ഏകദേശം ഈ കളർ കാണാമല്ലോ, ഇതാണ് അതിൻ്റെ കറക്റ്റ് കളർ കേട്ടോ. ഏകദേശം മമ്മി ഞാൻ മൊത്തം കണക്ക് നോക്കി, ഏകദേശം ഒരു 7 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇത് സവോള ഇട്ടപ്പോൾ തൊട്ട് 7 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊന്ന് വഴറ്റി വരാനായിട്ട് കേട്ടോ. ഇനി മമ്മി പൊടികളെല്ലാം കൂടെ ചേർക്കാൻ പോവാണ്. അതായത് മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾ പൊടിയാണ് ഇപ്പോൾ ചേർത്തത്, പിന്നെ ഉലുവായും കായവും കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരട്ടെ കേട്ടോ. ഏകദേശം അച്ചാറിൻ്റെയൊക്കെ കളറ് വന്നിട്ടുണ്ട്. മുളക് പൊടികൾ ചേർത്തതിന് ശേഷം അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതിനാണെന്നറിയോ, അതെ നമ്മൾ ആ ഒരു ഏകദേശം എന്നാ പറയുന്നത് ഒന്ന് കൈകൊണ്ട് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കേട്ടോ. ഈന്തപ്പഴം ഇട്ട് നന്നായിട്ട് ഈ അച്ചാറിൻ്റെ കൂട്ടിലേക്ക് ഈന്തപ്പഴവും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഏകദേശം ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ചെറിയ സ്വീറ്റ്നെസ് ഉണ്ടാവും അല്ലേ. പുളിക്ക് നമുക്ക് വിനാഗിരിക്ക് പകരമുണ്ടല്ലോ, നമ്മൾ ഇതിൽ പുളിയാണ് ചേർക്കുന്നത്. നിങ്ങൾ ആലോചിക്കുമായിരിക്കും അയ്യോ അച്ചാറിന് എന്ത് ചെയ്യുക വിനാഗിരി ഇല്ലാത്തതെന്ന്. വിനാഗിരിക്ക് പകരമാണ് പുളി നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പുളി ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം ഈ ഈന്തപ്പഴം നന്നായിട്ടൊന്ന് ഈ കൂട്ടിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഈന്തപ്പഴം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി മമ്മി അതിലേക്ക് ആ പുളി എടുത്ത് വെച്ചിരിക്കുന്നില്ല, പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നില്ല, അത് നന്നായിട്ട് ചേർത്ത് ഇളക്കാൻ പോവാണേ. തീ കുറച്ചിട്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് ആവശ്യത്തിന് പുളിയുണ്ട്, അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കുണ്ടല്ലോ തിളപ്പിച്ചാറിയ വെള്ളം, അതായത് കെറ്റിലുണ്ടായിരുന്ന വെള്ളമാണ്. ഈ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുന്നത് എന്നാത്തിനാണെന്നറിയാവോ, ഈന്തപ്പഴം ഉണ്ടല്ലോ അതിനകത്ത് കിടന്ന് നന്നായിട്ട് ഒന്ന് കുക്കായി വരും. അപ്പം ഇതിലേക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് ചേർത്ത് ഒരു 5 മിനിറ്റ് എടുക്കും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി വരാനായിട്ട്. അപ്പം ഈന്തപ്പഴം നന്നായിട്ട് കുക്കായി. അപ്പോൾ ആ ഒരു ഈന്തപ്പഴത്തിൻ്റെ സ്വീറ്റ്നസ്സും പുളിയുടെ പുളിയും നമ്മുടെ മുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ചുവന്ന മുളകിൻ്റെയൊക്കെ എരിവും എല്ലാം കൂടി ഇറങ്ങി ഒരു അടിപൊളി അച്ചാറാണിത്. അങ്ങനെ നമ്മുടെ ഈന്തപ്പഴം ചുവന്നുള്ളി അച്ചാർ റെഡിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മൊത്തം ഞാൻ നോക്കിയിട്ട് ഒരു അരമണിക്കൂർ കട്ടിങ് ഉൾപ്പെടെ ആ ഒരു ടൈം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചേച്ചേ ഒരു കണ്ടെയ്നറിലേക്കാക്കി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാർ നമ്മൾ കുപ്പിക്കകത്താക്കി. അതായത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, കുപ്പി നന്നായിട്ട് കഴുകുക, തുടയ്ക്കുക, ഒരു തരി വെള്ളം പോലും കാണരുത് കേട്ടോ. കുപ്പി വളരെ ഡ്രൈ ആയിരിക്കണം. എന്നിട്ട് എന്താ പറയുന്നത്, അച്ചാറിട്ട് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം, ഒരു ചെറിയ ചൂട് പോലും കാണരുത്, നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെയുള്ളൊരു കുപ്പിക്കകത്താക്കി അടച്ചു വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഫ്രിഡ്ജ് സൂക്ഷിക്കേണ്ടവർക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം. ഞാൻ ഈ സബോള അച്ചാർ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഞാനും കഴിച്ചിട്ടില്ല, ഞാനും ഇതിനു മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ അച്ചാർ വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് ഞാൻ
എന്താ പറയുന്നത്, 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിതെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ എങ്ങനെയാണ് ഈന്തപ്പഴവും സവോളയൊക്കെ ഇട്ട് അച്ചാർ ഇടുന്നതെന്ന്. വളരെ എളുപ്പമല്ല, 1/2 മണിക്കൂർ എടുക്കുള്ളൂന്നേ. ഈ അച്ചാറുണ്ടല്ലോ ഞങ്ങൾ ഇന്നലെ ഇട്ടു, ഇന്നത് കുപ്പിക്കകത്തേക്കാക്കി. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ്. ഇത് നമ്മുടെ ബിരിയാണിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്താ പറയുക കഞ്ഞിയുടെ കൂടെയൊക്കെ പോകും കേട്ടോ. മമ്മി അത് ഇന്നലെ എന്നോട് അച്ചാറിടുന്ന സമയത്ത് എന്നോട് പറഞ്ഞായിരുന്നു, എടി ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലതാണ്. അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ചില്ല. പക്ഷേ ഇന്ന് രാവിലെ ഇവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നു. പിള്ളേർക്ക് ഒരു ഇച്ചിരി ടേസ്റ്റിയായി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സാധാരണ ഫുഡിനോടുള്ള വിരോധമുള്ള ആൾ തൊമ്മിയാണ്. അപ്പോൾ തൊമ്മിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അന്നേരത്തേക്കും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.